ഇപ്പറഞ്ഞ യാസീനും തൽബീനും ഒക്കെ അല്ല, അതിനെയും കൂടെ പഠിച്ചു. ഇപ്പറഞ്ഞ ശിർക്കും എന്ന് ഒഴിവാക്കി ഇസ്ലാമിനെയും കൂടെ പഠിച്ചു. ഇവരുടെ ബലത്തിൽ അന്ന് കളിക്കാൻ കഴിയും. രാഷ്ട്രീയത്തിലും മതത്തിലും വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ഒരു കളി കളിക്കാൻ എല്ലാ നദികളും കൂടെ തുടർന്നു. ഇസ്ലാമിന്റെ പേര് പറയും, തൊപ്പിയിട്ട് ആളെ നാല് തൊപ്പിയൊടിക്കും. അതിന് 1-2 പോലീസപ്പെട്ട ആളുകളെ ചുരുക്കി. എന്നിട്ട് ആ ബലത്തിൽ കഴിയും. അവർക്ക് ഇസ്ലാമിന്റെ ധാർമ്മികത വിഷയമല്ല, ഇസ്ലാമിന്റെ സാമ്പത്തികത്തെ അന്യായങ്ങളുടെ വിഷയമല്ല, പൊതുമുതൽ വിഷയമല്ല, ജനങ്ങളുടെ വാക്കും വിഷയമല്ല. അങ്ങനെ ഒരു പോലെ അത് 3ാമത്തെ ചോദ്യം. ആ ഇസ്ലാം ഈ തരാതരം ഇസ്ലാം ഇങ്ങനെ ഇസ്ലാം കൂടി അതെന്താ? അത് നന്നായി നിസ്കരിച്ച് നോമ്പ് നോക്കി നമ്മുടെ ഇത് വാഴൂരിയൊക്കെ കേട്ട് ആഴ്ചകൾ കൂടി പിരിഞ്ഞ് പിന്നെ കുറെ അങ്ങോട്ട് പോയി കുറെ ഇങ്ങോട്ട് പോയി നാട്ടിലെന്ത് നടന്നാലും നമുക്ക് വിഷയമൊന്നുമില്ല എന്ന രീതിയിൽ ഒരു ഇസ്ലാം. അങ്ങനത്തെ ഒരു ഇസ്ലാം കൂടി 4ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം, ഇതിനപ്പുറം വേറൊരു ഇസ്ലാം. അതെന്താ? അത് ഒരു ശൈഖിന്റെ കീഴിൽ ആ ശൈഖിന്റെ കൂടെ ഷെയ്ഖില്ലാതെ ഇസ്ലാമില്ലാതെ ശ്രമിച്ചു, ഷെയ്ഖ് ചോദിക്കുന്നവർക്ക് കൊടുത്തു, ഷെയ്ഖിന്റെ കൂടെ സഹവസിച്ചു, ഷെയ്ഖിനെ അന്ധമായി അനുകരിച്ചു. അങ്ങനെ ഒരു ത്വരീക്കത്ത് സംവിധാനം പഠിക്കുക പോലെ അതിന് ആശ്രമങ്ങൾ, ത്വരീക്കത്ത് കേന്ദ്രങ്ങൾ, ഖാൻഗാവുകൾ, അവിടെ പോയി നിൽക്കുക. എന്നിട്ട് അങ്ങനെ ദിക്റൊക്കെ ചൊല്ലി അവരെ കഴിഞ്ഞിട്ടുക. ഷെയ്ഖിന്റെ അടുത്ത് ആളെ പിടിച്ച് കൊണ്ടേ കൊടുക്കുക, ഷെയ്ഖിനെ കൊണ്ട് ബന്ധപ്പെടുക, ഷെയ്ഖിനെ മുമ്പിൽ ബയ്യത്ത് ചെയ്യുക. അങ്ങനെ ഇസ്ലാം വ്യത്യസ്തമായ ത്വരീക്കത്തുകൾ അതാണ്. ഇങ്ങനത്തെ ഇസ്ലാം വേറെ ബാധ്യതകളുണ്ട്. കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്, നാട്ടിലുണ്ട്, തിന്മകളോടുള്ള എതിർപ്പ് സ്ഥാപനത്തിന്റെ വിഷയം ഇസ്ലാമിന്റെ വിഷയം. ഇങ്ങനത്തെ ഇസ്ലാം 5 ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചു, ബോധവൽക്കരിച്ചു. ആ ഇസ്ലാമാണോ നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ നിങ്ങൾ പ്രവാചകന്റെ ഇസ്ലാം എന്തായാലും അതാണ് ചോദിക്കുന്നത്. ഈ 5 ഇസ്ലാം നമുക്ക് സ്വീകാര്യമില്ല. അതിലൊക്കെ ശരിയുടെ കുറഞ്ഞ അംശങ്ങളേ ഉള്ളൂ. ശരിയോട് അടുത്തിട്ട് പോലില്ല പറയുന്നത്. നമുക്ക് പൂർണ്ണമായ ശരിയാണ്. ആ ശരി എന്താ? ഈ ഇസ്ലാമിനെ എങ്ങനെ ഉൾക്കൊള്ളണം, അല്ലാഹ് ഇന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ആ ഇസ്ലാമിനെ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന വിഷയത്തിൽ പ്രവാചകരെ ഇവർക്ക് തർക്കമുണ്ടെങ്കിൽ അവർ അങ്ങയോട് തർക്കുന്നുണ്ടെങ്കിൽ മറുപടി എന്ന് പറഞ്ഞു കൊടുക്കും. ചിന്തിക്കട്ടെ, അവർ നിങ്ങൾ എന്താ ചെയ്ത് പറഞ്ഞു കൊടുക്കും. പ്രവാചകരെ, നിങ്ങളുടെ കൂടെയുള്ള ഇവരുടെ മുൻഗാമികളായ സലഫുസ്സാലിഹീങ്ങളാകുന്ന അസ്ഹാബികളാണ് എന്ത് ഇസ്ലാമാണ് സ്വീകരിച്ചത് കാണിച്ചത് പറഞ്ഞു കൊടുക്കും പ്രവാചകരെ. അപ്പോ റസൂൽ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ റസൂൽ പറയുന്ന പോലെ ഞാൻ എന്റെ മുഖത്തെ അള്ളാഹ്ക്ക് വിധേയപ്പെടുത്തി, ഞാൻ എന്നെ പൂർണ്ണമായും അള്ളാഹ്ക്ക് കീഴ്പ്പെടുത്തി. ഞാൻ മാത്രമല്ല നിങ്ങൾ വിദ്യന്മാർ പറയില്ലേ, റസൂൽ അങ്ങനെ ആവാം, നമുക്ക് പറ്റുമോ എന്ന് ചോദിക്കൂലേ? അതുകൊണ്ട് ഞാൻ മാത്രമല്ല, എന്നെ പിൻപറ്റി എന്റെ സഹാബിക്കണം, അഥവാ ഞാനും എന്റെ സഹാബികളും ഞങ്ങളാകുന്ന ഉമ്മത്ത് മുസ്ലിമ, ഞങ്ങളാകുന്ന മാതൃകാവശ്യങ്ങൾ, ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ അള്ളാഹ് വിധേയപ്പെടുത്തിയിരിക്കുന്നു. പൂർണ്ണമായ ഇസ്ലാം ആരാധനാ രംഗത്തെ, ആത്മീയ രംഗത്തെ ഒരു ഇസ്ലാമല്ല. ജീവിതം മുഴുക്കെ അതിന്റെ ആത്മീയ, അതിന്റെ വ്യക്തിതലം മുതൽ, അതിന്റെ ആത്മീയ ആരാധനാ തലം മുതൽ, അതിന്റെ കുടുംബ ജീവിത, സാമൂഹിക ക്രമ, സാംസ്കാരിക ക്രമ, സാമ്പത്തിക ക്രമ, രാഷ്ട്രീയ ക്രമ ഉൾപ്പെടെയുള്ള മുഴു ജീവിതത്തിലും ഞങ്ങളെ അള്ളാഹ് വിധേയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ വ്യക്തിജീവിത ഇസ്ലാമായി. അതുകൊണ്ട് അവരുടെ ആത്മീയ ജീവിതവും ആരാധന ഇസ്ലാമായി. അതുകൊണ്ടാണ് കുടുംബജീവിത ഇസ്ലാമായി. അതുകൊണ്ടാണ് സാംസ്കാരിക രംഗ ഇസ്ലാമായി, മദ്യവുമായി കുമരമില്ലാത്ത സംസ്കാരം. അതുകൊണ്ട് അവരുടെ സാമ്പത്തിക ഇസ്ലാമായത് ഹലാല് മാത്രം കൊണ്ടു നടക്കുന്ന ഹറാമം പറ്റാത്ത സാമ്പത്തിക ക്രമം. അതുകൊണ്ട് അവരുടെ രാഷ്ട്രക്രമം പോലെ ഇസ്ലാമായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധം ഇസ്ലാമായത്, സന്ധി ഇസ്ലാമായത്. അതുകൊണ്ടാണ് കോടതി ഇസ്ലാമായത്.
ഉൾക്കൊള്ളു. ആ ഇസ്ലാമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ സഹാബികളാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് പറ്റി കൂട്ടരെ? നിങ്ങളിങ്ങനെ കണ്ടം തുണ്ടമാക്കിയിട്ട് ഇങ്ങനൊക്കെ പോകാൻ എവിടുന്നാണ് നിങ്ങൾക്ക് ന്യായം? അതുകൊണ്ട് പറഞ്ഞു കൊടുക്കും പ്രവാചകനെ. താങ്കൾ പറഞ്ഞു കൊടുക്കും, അസ്ലമത്തു വജ്ഹിയല്ല, ഞാനിതാ പൂർണ്ണമായും എന്റെ മുഖത്തെ അല്ലാഹു വിധിയപ്പെടുത്തിയിരിക്കുന്നു. വമനിത്തബഅനി, എന്നെ പിൻപറ്റുന്നവരും. അതാണ് ഇസ്ലാം. ഒരുപാട് ആയത്തുകൾ പോലുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇസ്ലാമിന്റെ വിധികളെ പാലിച്ച് നമ്മൾ ജീവിക്കുന്നില്ല. ഒന്നുകിൽ ശരിയാണെന്ന് അറിയാത്തത്, അല്ലെങ്കിൽ ശരിയാണെന്ന് അതിന്റെ ഇപ്പൊ ഫിറ്റല്ല, അല്ല ശരിയാണെങ്കിൽ തന്നെ അത് നോക്കിയാൽ ഇവരെ കൂടെ നമുക്ക് കാര്യം നടക്കില്ല എന്നൊക്കെ ന്യായം പറയും. എങ്കിൽ നമ്മൾ മുസ്ലിമാവും. എന്റെ സംശയമാണ്. ഇന്നലെ നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തിയോ? നിങ്ങൾ ഇഷ്ടത്തോടെ സ്വീകരിക്കണം. ഈ സംശയത്തിനുള്ളിൽ എന്റെ ഒരു ബോധ്യം ആവില്ല. എന്തേ അങ്ങനെ ബോധ്യം വരാൻ കാരണം? ഇബ്രാഹിം അലൈഹിസ്സലാം മുസ്ലിമായി, മകൻ ഇസ്മാഈലും അലൈഹിസ്സലാം മുസ്ലിമായി നമ്മൾ പറയുന്നത് എന്നുണ്ടല്ലോ. ഈ ഉള്ള ഈ വിവരം വെച്ച് കഥ പറഞ്ഞു. അത് കേട്ട നിങ്ങൾ ആരും അറിവില്ലാത്തതല്ല. സ്വന്തം മകന്റെ കഴുത്തിൽ ബാപ്പ കത്തി വെച്ച് അറുക്കുന്ന സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ട് ഖുർആൻ ഫലമ്മാ അസ്ലമ, അവ രണ്ടുപേരും മുസ്ലിമീങ്ങളായപ്പോൾ. ഈ ഇസ്ലാം നിസ്കാരത്തെ, ഈ ഇസ്ലാം നോക്കും ദിക്റും സലാത്തും ബയാനും മുഖ്യമാണോ? ഇവിടെ എന്താ ഇസ്ലാം? നിന്റെ മകനെ അല്ലാഹു സമർപ്പിക്കണം എന്നതോടൊപ്പം മകനെ സമർപ്പിക്കണം ആണല്ലോ. അഥവാ നിന്റെ താല്പര്യം ഇപ്പോൾ മകനാണ്. അങ്ങനെ വെച്ചോ. നിങ്ങൾ അറ്റുനോട്ട് കിട്ടിയ പ്രായം കവിഞ്ഞ അധികരിച്ച ഒരു ഘട്ടത്തിൽ ഒരു മോനെ കിട്ടിയപ്പോൾ ഉള്ളം കുളിത്ത ഒരു പിതാവ് ആ പിതാവിനോട് സ്വന്തം മകനെ അറുക്കാണെന്ന് കൽപ്പിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുസരണക്കേട് കാണിച്ചിട്ടല്ല, ആ പ്രവാചകനിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാനാണ്. അള്ളാഹ് ചോദിച്ചത് കൊടുക്കാൻ പറ്റണം. അതാണ് മുസ്ലിം. അള്ളാഹ് ചോദിച്ചത് കൊടുക്കാൻ പറ്റണം. മകനെ ചോദിച്ചോ, മകനെ കൊടുത്ത ഒരു പിതാവും മകനെ കൊടുത്ത പിതാവും പിതാവിനാൽ കൽപ്പിക്കപ്പെട്ട കൽപ്പനയ്ക്ക് വിധേയനായ മകനും ഫലമ്മാ അസ്ലമ, അവർ രണ്ടുപേരും മുസ്ലിമീങ്ങളായപ്പോൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ നമ്മുടെ നിസ്കാരവും മുമ്പ് സക്കാത്തും അല്ലാഹു കൊടുക്കാൻ തയ്യാറല്ലേ? വിവാഹം അല്ലാതെ കൽപ്പന പോലെ നടത്താൻ നമ്മൾ തയ്യാറല്ല. അവിടെ നമ്മൾ ജാട, കുടുംബം, പേര്, പെരുമ, ധനമോ, നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഹറാമിനെ മാറ്റാൻ നമുക്ക് തയ്യാറല്ല. അവിടെ നമുക്ക് പണമോ, നമ്മുടെ അധികാര രംഗത്ത് നമ്മൾ ഈ പ്രവാചകത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലഫാഉ റാഷിദുൻ ഉമർ രണ്ടാമൻ ഉൾപ്പെടെ കാണിച്ച ഈ കാലഘട്ടത്തിലെ അഹമ്മദ് നജാദുണ്ടല്ലോ, ഷിയാന്ന് പറഞ്ഞ മുദ്രകുത്തി മാറ്റിച്ചിരിക്കല്ലേ. ആ മനുഷ്യന്റെ മാതൃക പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഇസ്ലാമിന്റെ കൺകണ്ട കേന്ദ്രങ്ങളിൽ അറബി തമ്പുരാക്കന്മാരും ഏകാധിപതികളും സജ്ജാധിപതികളും കോടിക്കണക്കിന് തുക ചോർത്തിയെടുത്തിട്ട് സുഖലോലുപതയുടെ മടിത്തട്ടിൽ ആരാണ് സ്വന്തം പൈക്കിൽ യൂറോപ്പിൽ ചെന്ന് ലഭിച്ചു കട്ടുകടത്തിയ തുക സ്വിസ് ഉൾപ്പെടെ നിക്ഷേപിച്ചു ഇസ്ലാമിന്റെ കോലങ്ങളായി ജീവിക്കുമ്പോൾ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഒരു ഭരണാധികാരി, അധ്യാപകനായി ജോലി ചെയ്തപ്പോൾ കിട്ടിയ ശമ്പളം മാത്രമേ ഇപ്പോഴും പറ്റുന്ന ഒരു ഭരണാധികാരി, ഒരു നാടിന്റെ മാർഗം അറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ഭരണാധികാരി, ഏറ്റവും വലിയ അഭിനവ കറോവേടത്തിൽ മുട്ടുമടക്കാത്ത ഭരണാധികാരി നിങ്ങൾക്ക് ആവേശമാകുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര ഇസ്ലാമിക ചിന്ത കെട്ടുപോയവരായി എന്ന് വിനയ പരിസരം അയാൾ അവിടെ നിൽക്കുന്നു. നിങ്ങളാണ് സ്വർഗത്തിലേക്ക് തിരികെ കൊടുക്കുന്നവർ. നിങ്ങളെ ഈ ഊപ്പടയോ നിങ്ങളെവിടെ അവരെവിടെ എന്താ കഥയുണ്ടോ നിങ്ങൾക്ക് അവരെ കുറിച്ച് പറയാൻ? നന്മയെ നന്മയായിട്ട് കാണുന്നു. അത്രയും നമുക്ക് ഇത് നമ്മളിപ്പോൾ പറയട്ടെ. ഈജിപ്ത് മുതൽ അങ്ങ് തുടങ്ങുന്ന ഈ ചലനമില്ലേ പത്രത്തിൽ എത്ര മാന്യരാണ്. അതാണ് വിഷയം. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ പരമാവധി കട്ട് മുടിച്ച് സുഖിച്ച് എല്ലാ വൃത്തികേടിലും ഒപ്പിട്ട് നാളെ നടക്കുമ്പോഴും അതിനൊക്കെ അല്ലെ പാടി തെക്കുവീര് മുടക്കാൻ പോകുന്നവരെ നിങ്ങൾക്കും കാണാനില്ലാതായി. ഇതാണോ മനസ്സിലാവും എന്നാണ്
അവരുടെ തർക്കം പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ കാണിച്ച ഇസ്ലാം ഇതാണ്, വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ, ഇല്ലെങ്കിൽ അതിന് നിങ്ങൾ അനുഭവിക്കണേ, ഇഹലോകത്ത് നാളെ തർക്കമുണ്ട്. അതുകൊണ്ട് ഈ ഇസ്ലാം പൂർണ്ണമായ സമർപ്പണം, അതാണ് ഇസ്ലാമിന്റെ അർത്ഥം. ഇസ്ലാം രണ്ടാക്കുന്നത്, ഒന്ന് ശാന്തി സമാധാനം, മറ്റൊന്ന് സമർപ്പണം. സമർപ്പണമാണ് ഇസ്ലാം. എങ്ങനെ ഭാഗികമായി സമർപ്പിക്കണോ പൂർണ്ണമായി സമർപ്പിക്കണം, അതാണ് വിഷയം. ഭാഗികമായി സമർപ്പിക്കാനാണ് നേരത്തെ 5 ചോദ്യത്തിന്റെയും ഉത്തരക്കാർ. ഒരു ഭാഗികമായി സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് പൂർണ്ണമായ സമർപ്പണം. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പൂർണ്ണമായും അള്ളാഹുവിന്റെ കൽപ്പിന് സമർപ്പിതനായപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ അള്ള നമ്മോട് പറയും ഇസ്മായിലിനെ കൊണ്ട് പോകാൻ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചുമോനെ കൊണ്ട് പോകേണ്ടി വരുമായിരുന്നു. എനിക്ക് 5ാമതുള്ള ഒരു കൊച്ചുമോനുണ്ട്, എന്റെ ഇസ്മായിൽ അല്ല, അവനെ കൊണ്ട് പോകണ്ടേ? അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ ആരെയാണ് എപ്പോൾ സ്നേഹിക്കുന്നതും അങ്ങനെ ആ മകനെ കൊണ്ട് പോകേണ്ടി വരുമായിരുന്നു. അങ്ങനെ അല്ല പറഞ്ഞില്ല. അല്ല പറഞ്ഞോ? ഇല്ല. അവിടെ പോയിട്ട് ബലിയെടുക്കാൻ പറഞ്ഞു. മൃഗബലി ഇസ്ലാമിലുള്ളൂ. ഇബ്രാഹിം പരീക്ഷണമായിരുന്നു പറഞ്ഞതാ. പിന്നെ എന്തെന്നായി മൃഗബലിയുടെ പൊരുൾ? എല്ലാ പണ്ഡിതന്മാരും പറയുന്നു ഹജ്ജിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാം ഇസ്മായിലിനെ അറുത്തതിനെ അനുസ്മരിക്കുന്നു. 1. 2, ഇബ്രാഹിമിന്റെ താല്പര്യമാകുന്ന ഇസ്മായിലിനെ അറുത്തിട്ട് നമ്മുടെ താല്പര്യങ്ങളെയാണ് പരിഹരിക്കുന്നത്. അപ്പൊ ഈ ബലിയുടെ കൊണ്ട് നമ്മുടെ താല്പര്യങ്ങളെ പരിഹരിക്കണം. താല്പര്യങ്ങളെ പരിഹരിക്കുവാൻ അള്ളാഹ് നിശ്ചയിച്ച ഈ ഹജ്ജ് കർമ്മത്തിലെ ബലി കഴിഞ്ഞിട്ട് വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്ന ഞാനും അധികാര കർമ്മത്തിൽ നമ്മുടെ മറ്റേ സാഹിത്യങ്ങളും കച്ചവട സ്ഥലത്തേക്ക് നമ്മുടെ ഈ സാഹിത്യം മറ്റേ ആ സാഹിത്യം ഒക്കെ പിന്നെയും ഈ താല്പര്യങ്ങൾ അടിമകളായിട്ട് പോയെങ്കിൽ എന്തേ നമുക്ക് ചെയ്തു? നമ്മുടെ കയ്യിൽ ഇസ്ലാമിന്റെ നമ്മളെ. അപ്പൊ ഇസ്ലാം എന്നത് ശരിക്കും പഠിക്കണം എന്നാണ്. അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർക്ക് തർക്കിക്കുകയാണെങ്കിൽ മക്കൾ പ്രവാചകരെ പറഞ്ഞുകൊണ്ടേക്ക് ഇസ്ലാം വലിക്കുകയില്ല. പൂർണ്ണമായും അല്ലാഹുവിനെ പഠിപ്പിച്ചിരിക്കുന്നു. പൂർണ്ണമായ സമർപ്പണം, അതാണ് ഇസ്ലാം. കലവറയില്ലാത്ത സമർപ്പണം, കെട്ടിവെക്കാതെ കരുതി വെക്കാതെ സമർപ്പിക്കുക. റിസർവ്ഡ് ആകരുത്. നമ്മൾ റിസർവ് ആകാൻ പാടില്ല. പടച്ചവൻ പറയുന്ന പോലെ നമ്മുടെ തദ്ധിക്കാരികളാണ്. പടച്ചവനെ ഹിദായത്ത് സിദ്ധാന്തം ഞാൻ നിനക്ക് തരാമോ? നീ പറഞ്ഞതുപോലെ സുന്നത്തും നിസ്കരിക്കാം, ഞാൻ തഹജ്ജുദും എന്റെ സക്കാത്തും നിനക്ക് തന്നെ നിന്റെ കൽപ്പന പോലെ സക്കാത്ത് കൊടുത്തോളാം, എന്റെ